മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇത് കേട്ടോ? എന്ത് ചാനൽ അങ്ങനെ എന്നെ വിളിക്കൂല, എന്നെ കൊണ്ടാകുന്ന പോലെ ഇഞ്ചി ചെയ്യും. നിങ്ങൾ കേട്ടില്ലേ? ഇത്തരം ഒരുപാട് സുഡാപ്പികൾ രംഗത്തെത്തി എന്റെ ഫോട്ടോ ഒക്കെ വെച്ച് നമ്മുടെ ചാനലിനെതിരെ പച്ചത്തെറിവിളികളൊക്കെ നടത്താറുണ്ട്. നമ്മൾ അതൊക്കെ തന്നെ അവഗണിക്കാറാണ് പതിവ്. പക്ഷെ ഇതെടുക്കാൻ ഉള്ളൊരു കാരണം എന്ന് പറയുന്നത് BJP അങ്ങനെ ചെയ്യുന്നു, സംഘപരിവാർ അങ്ങനെ കൊല്ലുന്നു, ഇത്തരം കാര്യങ്ങൾ ഇവൻ ഒരു ഉളുപ്പില്ലാതെ കള്ളം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അതൊക്കെ അങ്ങ് തെളിവ് സഹിതം പൊളിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്ത് മുന്നോട്ട് വെക്കുന്നത്. പിന്നെ ഇവന്റെ വീട്ടുകാരെ വിളിക്കുന്നതൊക്കെ തന്നെ വിളിക്കുന്നുണ്ട്. ഏതായാലും ഇവന്റെ സംസ്കാരത്തിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് ഇവനെ തെറിയൊന്നും നമ്മൾ വിളിക്കുന്നില്ല. അതേപോലെ തന്നെ ഇവൻ പറഞ്ഞല്ലോ, നിന്നെ കൊണ്ടാവുന്നത് ചെയ്യുന്നു, എന്നെ കൊണ്ടാവുന്നത് എൻ്റെ മരണം വരെ ഞാൻ ചെയ്യും. നമ്മുടെ നാട്ടില്, നമ്മുടെ കേരളത്തിൽ ദേശീയത ഉയരേണ്ടത് വളരെ അത്യാവശ്യ. അതിനുവേണ്ടി എൻ്റെ മരണം വരെ ഞാൻ എന്നെ കൊണ്ടാവുന്നത് ചെയ്തോണ്ടിരിക്കും. നമ്മൾ നിരന്തരം ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചോണ്ടിരിക്കും, സത്യങ്ങൾ എത്തിച്ചോണ്ടിരിക്കും. ഈ നാട്ടില് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ മറച്ചു പിടിക്കുന്ന നമ്മുടെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട്, നമ്മുടെ രാജ്യ സ്നേഹികളുമായി ബന്ധപ്പെട്ട സകല വാർത്തകളും എന്നെ കൊണ്ടാവുന്നത് പോലെ ചെയ്യും. അതിന് ഈ പച്ചത്തെറിയോ ഞെട്ടിക്കലോ അതൊക്കെ നാലായിട്ട് പോക്കറ്റിൽ അങ്ങ് വെച്ചാൽ മതി. ഇമാതിരിയുള്ള സകല ആളുകളോടും പറയാനുള്ളത് അത് മാത്രമാണ്. മനസ്സിലാക്കിയതല്ലേ? പിന്നെ ഇവരൊക്കെ എത്രത്തോളം അപകടമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നത് എന്ന് ഇവന്റെ വീഡിയോ സഹിതം ഞാനൊന്ന് മുന്നോട്ട് വെക്കാം. ഇവൻ പറയുന്നത് കേട്ടാൽ മലയാളിക്ക് മനസ്സിലാവും ഇവരെ പോലുള്ള സുഡാപ്പികൾ നമ്മുടെ നാടിന് എത്രത്തോളം വലിയ അപകടമാണ് എന്ന്. നിങ്ങൾ ഇതൊന്നും ഇട്ടു. ഒരു മതസ്ഥരെയും ഒന്നും പറയാത്ത ആ ഒരു ഷിയാസ് കരീമിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ശുദ്ധ ചെറ്റത്തരവും ശുദ്ധ വർഗീയതയും ആരല്ല ഇതിന്റെ ബേക്കിൽ കളിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കേട്ടില്ലേ? ഇത് ഒന്നല്ല, വിഷയം വരെ ഇവൻ പറയുന്നുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. നിങ്ങൾ കേട്ടില്ലേ? ഷിയാസ് കരീമിനെ അടിച്ചമർത്താൻ. ഏത് ഷിയാസ് കരീം? എന്ത് ഷിയാസ് കരീം? ഈ ഷിയാസ് കരീമിനൊക്കെ എന്നാണ് ആള് ശ്രദ്ധിച്ചത്? പച്ചവർഗീയതയുമായിട്ട് നാട്ടിലെ ഭിന്നിപ്പുണ്ടാക്കാൻ രംഗത്തെത്തിയ സമയത്താ. അപ്പോ അവൻ ഒരു പെൺകുട്ടിയെ ബീഫ് കഴിപ്പിക്കാൻ ആക്രോശിക്കുന്നത് സുഹൃത്താണ് എന്ന് കരുതിയിട്ട് പൊതുസ്ഥലത്ത് വന്നിട്ട് അങ്ങ് ആക്രോശിച്ച് BJP ആണോ എന്ന് ചോദിച്ചാൽ മിണ്ടാതിരിക്കാൻ ഇവിടെ എല്ലാവരും തുടാപ്പികളൊന്നുമല്ല, പോലുള്ള എല്ലാ ആളുകളും പ്രതികരിക്കും. അത് പ്രതികരിച്ചപ്പോ ഷിയാസ് എന്തോ നന്മ മരം. ഇത് പറയുന്നവര് പ്രശ്നം, വർഗീയത ഉണ്ടാക്കിയവൻ മതേതരൻ, ഇത് പച്ച വർഗീയതയാണ് എന്ന് പറയുന്നവർ വർഗീയ. ഇവന്റെ ഒക്കെ ഒരു ഇതാണ് കേരളത്തിലെ മതേതരം. ഇവനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സുഡാപ്പികൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ആ ഷിയാസ് കരീം നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ മനഃപൂർവ്വം പറഞ്ഞതല്ലേ? ബീഫ് കഴിക്ക് ആക്രോശിക്കുക, എന്നിട്ടത് നിർബന്ധിക്കുക. മാത്രമല്ല, ഇത് കഴിഞ്ഞ് അവരൊരു ന്യായീകരിച്ചത് നിങ്ങൾ കണ്ടതല്ലേ? എന്റെ മതഗ്രന്ഥത്തിൽ ഇന്നത് കഴിക്കരുത് എന്നുണ്ട്, അത് ഞാൻ കഴിക്കില്ല, പക്ഷെ ഞാൻ അത് ബീഫ് കഴിക്കാൻ ആക്രോശിക്കും. അതല്ലേ പച്ചവർഗീയത? അത് ന്യായീകരിച്ചും രംഗത്തെത്തിയ ഷിയാസ് കരീമിനെയാണ് ഈ സുഡാപ്പിയൊക്കെ വെളുപ്പിക്കുന്നത്. അപ്പൊ ഇവന്റെ ഒക്കെ ഒരു ശൈലി എന്താണ് എന്നുള്ളത് സകലരും തിരിച്ചറിഞ്ഞില്ല. ഈ സുഡാപ്പിയൊക്കെയാണ് ഷിയാസ് കരീം എന്നല്ല, ഏതൊരു വിഷയത്തിലോ സുഡാപ്പികൾക്ക് വേണ്ടി രംഗത്തെത്തുന്നവൻ. ഇവരെ പോലെയുള്ള ഒരാളൊന്നല്ല, ഇതുപോലെയുള്ള ഒരു 150 200 ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഒരേപോലെ ഇവരിറങ്ങും. ഇതൊക്കെ റെഡി കൃത്യമായിട്ട്. ഇവനൊക്കെ പിന്നിൽ ആരാണ് എന്നുള്ളതൊക്കെ നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ അന്വേഷിക്കട്ടെ. ഏതായാലും മറ്റൊരു ഭാഗം കൂടി കൊടുക്കാം. BJP ആണോ ഈ ഒരു ചോദ്യത്തിന് എന്ത് തെറ്റ്? എത്ര എണ്ണത്തിനാ കൊന്നുക്കടാ? എത്ര എണ്ണത്തിനാ നാൽക്കാലികൾക്ക് വേണ്ടി തിരികാലികളാ വെട്ടി കൊന്നുക്ക്? ചില്ലറയാണോ? അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്ത് തെറ്റാ ഉള്ളത്? ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരാൾ എന്തെങ്കിലും ചെയ്താൽ അത് BJPന്റെ തലയിൽ, സംഘപരിവാറിന്റെ തലയിൽ. ഈ ഹിന്ദു ആയിട്ടുള്ള ഒരു വ്യക്തി രാജ്യദ്രോഹ കുറ്റമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ ചെയ്താൽ അതിനെ അറസ്റ്റ് ചെയ്യുന്നത് സംഘി സർക്കാർ, യോഗി ആദിത്യനാഥ്, നരേന്ദ്രമോദി സർക്കാർ അറസ്റ്റ് ചെയ്യുന്നു, അവരെ ജയിലിൽ അടയ്ക്കുന്നു, നിയമ നടപടി. ഇതൊന്നും കാണൂല. ഏതെങ്കിലും ഒരു ഹിന്ദു ഉത്തർപ്രദേശിൽ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അപ്പോ നിങ്ങളും BJPയോ സംഘപരിവാറോ ആരെ കൊന്നു? ഇവരൊക്കെ ഏത് തേങ്ങയിൽ നോക്കിയിട്ടാ ഇത് വിളിച്ചു പറയുന്നത്? ഉത്തർപ്രദേശിലേക്ക് നോക്കിയിരിക്കും. എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്തോ ഒക്കെ സംഘപരിവാറിന്റെ BJPയുടെ തല. ഇത്തരം എന്ത് പ്രവൃത്തി ചെയ്താലും
ഇതൊക്കെ വിളിച്ചു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സുഡാപ്പികളുടേത് പൊളിഞ്ഞടങ്ങുന്നുണ്ട്. അതായത് ഇവരെന്താ പറയാ, ഇന്ന മതത്തിന് മാത്രം വേട്ടയാടുന്നോ, ഒരു രാജ്യദ്രോഹ കുറ്റത്തിന് ഇന്ന മതത്തിന് മാത്രം വേട്ടയാടുന്നോ എന്ന് പറയുന്ന ഇവർ തന്നെ പറയൂ, മതം നോക്കിയാണ് എന്ന് അറസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഇവർ തന്നെ പറയൂ, സംഘികളെ അറസ്റ്റ് ചെയ്തു. ഏത് ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരാള് എന്തെങ്കിലും രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യുമ്പോൾ സംഘപരിവാർ ഇതിനൊക്കെ അറസ്റ്റ് ചെയ്യുന്നത് ആരാ? നരേന്ദ്രമോദി സർക്കാർ, യോഗി ആദിത്യനാഥ് സർക്കാർ. ഇവരൊക്കെ മതം നോക്കിയല്ല അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇവരിലൂടെ തന്നെ പൊളിയുന്നില്ലേ? ഇവർ പറയും ഇന്ന മതത്തിന് വേട്ടയാടുന്നു. എന്തോ രാജ്യസ്നേഹോ പൊട്ടിത്തെറിച്ച വിഷയത്തിൽ പറയുമ്പോഴേക്ക് പറയോ, ഓ ഇന്ന മതം എന്നൊന്നുമില്ല. നമ്മുടെ രാജ്യത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും ഒരു മതവും നോക്കാതെ അറസ്റ്റ് ചെയ്യുന്ന സർക്കാരാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്ന് സുഡാപ്പികൾ തന്നെ സമ്മതിക്കുന്നതിന് സമല്ലേ. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ അത് സംഘപരിവാർ, അറസ്റ്റ് ചെയ്താൽ സംഘപരിവാർ, പ്രതിയൊക്കെ സംഘപരിവാർ. ഇതാണ് ഇവരെ ഒരു മനഃപൂർവ്വം ഉണ്ടാക്കിയതൊക്കെ. മറ്റൊരു ഉദാഹരണം കൂടി വെക്കാം. ഇത് ഇത്രയും വലിയ വിഷയാക്കാനും ഇന്ത്യ മൊത്തമായിട്ട് അറിയപ്പെടുവാനും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് RSS ആണ്. അതിലൊരു മാറ്റവും ഇല്ല. കാരണം ഒലിക്ക മെഹർ എഴുതിയ ആ റെസ്റ്റോറന്റിന്റെ പേരുണ്ടല്ലോ, അതിന്റെ ഉടമ അർഷാദായതിന്റെ ഒരു വികാരം ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അത് ഇരുവരും കത്തിക്കാനുള്ള ശ്രമത്തിൽ ഇവരിത് വലിയ കാര്യമായിട്ട് കൊണ്ടുനടക്കുകയും ചെയ്യുന്നുണ്ട്. കൃഷ്ണന്റെ മുന്നിൽ കോയ്യ വെച്ചതല്ലാണ്ട് അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തു ഒന്നല്ല വെച്ചത്. നിങ്ങൾ കേട്ടില്ലേ? വീണ്ടും ന്യായീകരിക്കുക, ചിക്കൻ അല്ല വെച്ചത്, വേറെ എന്തെങ്കിലും അല്ലല്ലോ എന്ന് നിങ്ങൾ കേട്ടില്ല പച്ചക്കോ പറയുന്നത്. ഇവൻ ഇവിടെ സുഡാപ്പികൾ എന്ത് ചെയ്താലും എന്നിട്ട് ഇതെന്താ, ഇതിന്റെ പ്രശ്നം RSS ആണെന്ന്, അല്ല സംഘപരിവാർ, BJP. അല്ല, ഇത് ചെയ്യുന്ന ആള് തെറ്റാ എന്ന് പറയാത്തത് എന്തുകൊണ്ട്? ലളിതമായ ചോദ്യ. ഈ മെഹർ എന്നുള്ള പേര് എന്തെങ്കിലും ആർക്കെങ്കിലും പ്രശ്നമാണോ? അർഷാദ് എന്ന പേര് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമാണോ? പ്രശ്നമായത് എന്നാണ് മറ്റൊരു മതത്തിന്റെ ആഘോഷത്തെ അപമാനിച്ചത് മുതലാ. അപ്പൊ അത് പ്രതികരിക്കണ്ടേ, പ്രതിഷേധിക്കണ്ടേ? ഇത് ഈ ജനാധിപത്യ രാജ്യത്തെ അവകാശങ്ങളില്ലേ സംസാരിക്കാന്? അപ്പൊ ഈ തെറ്റ് ചെയ്തത് ചിക്കൻ അല്ല, വേറെ ഒന്നും അല്ലല്ലോ. ഇതൊക്കെ പ്രശ്നത്തിന് കാരണം RSS. അതായത് വർഗീയത പറയുന്ന ഷിയാസ് കരീം അത് പറയുന്നത് സംഘപരിവാർ, സംഘികളാണെന്ന് പ്രശ്നം. അതേപോലെ തന്നെ ഈ പറയുന്ന വിഷുവിന്റെ ചിക്കൻ അല്ല വെച്ചത്, വേറൊന്നും അല്ലല്ലോ എന്ന് പറയുന്നവൻ പറയുന്നത് ഇതൊക്കെ പ്രശ്നമാക്കാൻ കാരണം RSS ആണ്. എങ്ങനെയുണ്ട്? ഇതാണ് ഇവിടെയുള്ള ഒരു ശരാശരി സുഡാപ്പിയുടെ ബുദ്ധി എന്ന്, മരബുദ്ധി. ഇവരൊക്കെയാണ് നമ്മുടെ നാടിന്റെ, ഈ സുഡാപ്പികളാണ് നമ്മുടെ നാടിന്റെ അപകടം. നമ്മുടെ കേരളത്തിൽ രാജ്യം ഭരിക്കുന്ന അതേ ദേശീയത ഉയർത്തുന്ന സംവിധാനം നമ്മുടെ കേരളത്തിൽ വളരെ പെട്ടെന്ന് വന്നിട്ടില്ലെങ്കിൽ ഈ സുഡാപ്പിയെ പോലുള്ള ഇവനൊക്കെ നമ്മുടെ നാട് നശിപ്പിക്കും. ഒരർക്കും വേണ്ട. സംഘപരിവാറോ ഇതിലെടുത്തു പറയുന്നുണ്ട്, ഓ BJP വളർന്നത് കൊണ്ട് ഇവിടെ മലബാർ കലാപം നടന്ന RSS ഉണ്ടോ? ഇവിടെ ഈ പറയുന്ന BJP ഉണ്ടായിരുന്നു. ഏത് 1921 സുഡാപ്പികളുണ്ട്, ജിഹാദി മൈൻഡ് ഉണ്ട്. പിന്നെ ഇവിടെ സമാധാനം ഉണ്ടായത് രാജ്യം നരേന്ദ്രമോദിയും RSSും ഭരിക്കൽ തുടങ്ങിയ സമയത്തല്ലേ? ഇന്ന് ഈ സുഡാപ്പിയോടൊക്കെ പറയാനുള്ളത് ഒന്ന് കണ്ണു തുറന്നു നോക്കണം. ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ, പാകിസ്ഥാന്, ബംഗ്ലാദേശ്, ഈ പറയുന്ന ഇറാൻ, ഇറാഖ്, സിറിയ, മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോലും മുസ്ലിങ്ങൾക്ക് സമാധാനമല്ല. പക്ഷെ RSSും നരേന്ദ്രമോദിയും ഭരിക്കുന്ന നമ്മുടെ ഭാരതത്തില് ഓരോ മുസൽമാനും മറ്റേതൊരു രാജ്യത്തേക്കാൾ സുന്ദരമായിട്ട് സമാധാനത്തിലും സൗകര്യത്തിലും സുരക്ഷയിലും മുന്നോട്ട് വന്ന്. പക്ഷെ ഇത്തരം സുഡാപ്പികൾ, ഇവനെ പോലെയുള്ള നെറികെട്ടവന്മാർ ഈ നാടിന്റെ ഐക്യം തകർക്കൂ. ഒരു തെറ്റ് ചെയ്ത വിഷുവിന്റെ ആശംസ നേർന്നതിൽ ചെറ്റത്തരം ചെയ്തവരെ ന്യായീകരിക്കുന്ന സുഡാപ്പിയാണ്, ഈ നെറികെട്ടവനാണ് നമ്മുടെ നാടിന്റെ ഐക്യത. അത് പ്രചരിപ്പിച്ചതാണോ പ്രശ്നം? അത് ചെയ്തതല്ല തെറ്റ്. അത് ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ സകല സുഡാപ്പി ഈ വീഡിയോ ചെയ്യുന്നവർ പോലും നാളെ ഇറങ്ങിയിട്ട് മറ്റൊരു പോസ്റ്ററായിട്ട് വരൂലേ? ഇതൊന്നാണോ? ഇത് എത്ര എണ്ണം ഇപ്പൊ കേരളം കണ്ട് ഇത് പറയുന്നത് പ്രശ്നമാണ് എന്നൊക്കെ ഇവരൊക്കെ വേറെ എവിടെയെങ്കിലും പോയിട്ട് അങ്ങ് പറഞ്ഞുകൊണ്ടേയിരിക്കൂ. പറയാനുള്ളത് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകും. ഇവരൊക്കെ എന്താ കരുതിയത്? ഇത് പ്രതികരിക്കാതിരിക്കുമ്പോഴാണ് ഇവരൊക്കെ പ്രതികരിക്കുന്നതാണ് ഇപ്പൊ പ്രശ്നം, ചെയ്യുന്നത് പ്രശ്നമല്ല. ഷിയാസ് കരീം ചെയ്തത് പച്ച വർഗീയതയാ. എവിടെന്ന് വേണമെങ്കിലും അത് വിളിച്ചു പറയോ. വിഷുവിനെതിരെ അപമാനിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയത് തെറ്റാണ്, പച്ച വർഗീയതയാ, എവിടെന്നും പറയൂ. ഇവരൊക്കെ ആരാ? തെറി വിളിച്ച് അങ്ങ് പേടിപ്പിക്കാമെന്നാണ് ഇവരൊക്കെ കരുതിയിട്ടുള്ളത്. ഇത് പറയുന്നതാണ് വർഗീയത, അല്ലെങ്കിൽ അത് ചെയ്തതോ?
അത് ചെയ്തതാണ് പച്ചവർഗീയത എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം കൃത്യമായിട്ട് തിരിച്ചറിയുക. ബോധമുള്ള മുസൽമാനും ക്രിസ്ത്യാനും ഹിന്ദുവും ഒക്കെ തന്നെ ആ വിഷുവിനെതിരെ ആ പോസ്റ്റർ ഇറക്കുന്ന തള്ളു, ഷിയാസിന്റെ പച്ചവർഗീയതയെ തള്ളു. ഇവരെ പോലെയുള്ള സുഡാപ്പികൾ അപ്പുറം നിന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ പലതുമായിട്ട് ഇറങ്ങും. ഇത്തരം സുഡാപ്പികളാണ് നമ്മുടെ നാടിന്റെ ഐക്യം തകർക്കുന്നത് എന്ന് സകലരും തിരിച്ചറിയുക.